വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഒരു പ്രത്യേക ശബ്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് കാഹളനാദം. ദൈവത്തിന്റെ ന്യായവിധി പ്രഖ്യാപിക്കാൻ തയ്യാറായി നിൽക്കുന്ന 7 ദൂതന്മാരുടെ കയ്യിലുള്ള 7 കാഹളത്തിന്റെ ശബ്ദം. ഇനി സംഭവിക്കാനിരിക്കുന്ന 7 ബൈബിൾ മുന്നറിയിപ്പുകളാണിത്. ആദ്യത്തെ കാഹളം: ഭൂമി നശിക്കുന്നു. 7-ാം മുദ്ര പൊട്ടിച്ച സമയത്ത് സ്വർഗത്തിൽ അരമണിക്കൂറോളം ഭയങ്കര നിശബ്ദമായിരുന്നു. ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു ന്യായവിധി കാത്തിരിപ്പുണ്ട്. പെട്ടെന്ന് ഒരു ദൂതൻ മുന്നോട്ട് വന്ന് ആദ്യത്തെ കാഹളം ഊതി. ആദ്യത്തെ ദൂതൻ കാഹളം ഊതിക്കഴിഞ്ഞ ഉടൻ തന്നെ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിയിൽ വന്നു വീണു. ഭൂമിയുടെ 1/3 ഭാഗം കത്തി നശിച്ചു. 1/3 വൃക്ഷങ്ങൾ കത്തി നശിച്ചുപോയി. എല്ലാ പച്ചപ്പുല്ലും കത്തി നശിച്ചു. അങ്ങനെ ഭൂമിയുടെ ന്യായവിധി ആരംഭിച്ചു. ആദ്യത്തെ കാഹളം ഭൂമിയെയാണ് ബാധിക്കുന്നത്. ആദിയിൽ ദൈവം സൃഷ്ടിച്ച ഭൂമി, സസ്യങ്ങൾ, ജീവൻ ഇവയാണ് ആദ്യ ന്യായവിധിയിൽ കഷ്ടപ്പെടുന്നത്. ഭൂമിയിലുള്ള എല്ലാ സസ്യങ്ങളുടെയും 1/3 തീയിൽ വെന്തുപോയി. സഹിഷ്ണുതയുടെ പ്രതീകങ്ങളായ മരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ദൈവം ഇതിനു മുമ്പും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രതീകങ്ങളായിട്ട് തീയും ഗന്ധകവും ഒരുപാട് കാലങ്ങളായിട്ട് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഫറവോന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം ഈജിപ്തിൽ കന്മഴയും മിന്നലും അയച്ചു. സോദോമിലും ഗൊമോറയിലും കർത്താവ് ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും മഴ പോലെ പെയ്യിച്ചു. 2 നഗരങ്ങളും നശിച്ചുപോയി. ആദ്യ കാഹളം ഊതിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഈ പ്രാവശ്യം അത് ഒരു രാജ്യത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത്. ഇത് മുഴുവൻ ലോകത്തിലുമാണ് സംഭവിക്കുന്നത്. ഇതൊരു ആഗോള ന്യായവിധിയാണ്. മനുഷ്യരാശിയുടെ പ്രയോജനത്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ച പ്രകൃതിയിൽ 1/3 ഭാഗം ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു. പല ക്രിസ്തീയ ദൈവശാസ്ത്രജ്ഞരും ഇതിനെ ഒരു മുന്നറിയിപ്പായിട്ടാണ് കാണുന്നത്. കാരണം ദൈവം സൃഷ്ടി മുഴുവനെയും നശിപ്പിക്കുന്നില്ല, 1/3 ഭാഗം മാത്രമാണ് നശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും സമയമുണ്ട്. ഈ കാഹളം മുന്നറിയിപ്പ് മാത്രമാണ്, അന്ത്യന്യായവിധി അല്ല എന്ന്. പക്ഷേ മറ്റു ചിലർ ഇതിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. തീയും ഗന്ധകവും മഴ പോലെ പെയ്യും, ഭൂമി നശിപ്പിക്കപ്പെടും എന്ന്. ഇതിൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇത് ആണവായുധങ്ങളെക്കുറിച്ചാണ് എന്നും ഭൂമിയുടെ വലിയൊരു ഭാഗം തന്നെ നശിച്ചു പോകുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെക്കുറിച്ചായിരിക്കാം വിവരിക്കുന്നത് എന്നാണ്. ഈ മരങ്ങളെല്ലാം നശിക്കുന്നത് കാരണം വിശപ്പുണ്ടാകും എന്നത് മാത്രമല്ല, ഭൂമിയുടെ സ്ഥിരതയെ തന്നെ ദുർബലപ്പെടുത്തും. കാട്ടുതീ പൊട്ടിപ്പുറപ്പെടും, പലരും പല സ്ഥലങ്ങളിൽ കുടിയേറും, സംഘർഷങ്ങളുണ്ടാകും. രണ്ടാമത്തെ കാഹളം: കടൽ രക്തമായി മാറി. ആദ്യത്തെ ന്യായവിധി ഭൂമിയിൽ സംഭവിച്ചു. എന്നാൽ രണ്ടാമത്തെ കാഹളം കടലിലാണ് സംഭവിക്കുന്നത്. ഒരു വലിയ മലയുടെ അത്ര വലിപ്പത്തിലുള്ള എന്തോ ഒന്ന് കത്തി കടലിൽ വീണു. എന്നാൽ അതൊരു അഗ്നിപർവ്വതം അല്ല. ആ സാധനത്തിന് നല്ല വലിപ്പമുണ്ട്. തീ കത്തുന്ന ഒരു സാധനമാണ്. അത് കടലിൽ വന്ന് വീണു. അതായത് സ്വർഗത്തിൽ നിന്ന് സമുദ്രത്തിന്റെ നടുക്ക് നേരിട്ട് വന്ന് വീണതുപോലെ. ഈ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കത്തി ജ്വലിക്കുന്ന ഒരു സാധനം കടലിൽ വന്ന് വീണു. അത് കാരണം മരണം ഉണ്ടാകും. ജീവന്റെ ഉറവിടമായ വെള്ളം പെട്ടെന്ന് രക്തമായിട്ട് മാറും. ഇത് ആലങ്കാരികമായ വാക്കല്ല, അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. ഇതിന്റെ അടുത്തേക്ക് കടൽ ജീവികൾ വരും. കടലിലുള്ള എല്ലാ ജീവികളുടെയും 1/3 ചത്തുപോകും. കടലിലുള്ള 1/3 കപ്പലുകൾ തകർന്നു പോകും. കരയിൽ സംഭവിച്ചതിനെക്കാട്ടിലും വലിയൊരു ന്യായവിധിയാണ് കടലിൽ സംഭവിക്കുന്നത്. സമുദ്രം നശിച്ചു. കടൽ മാർഗമുള്ള വ്യാപാരം തന്നെ ഇല്ലാതായി. മത്സ്യബന്ധനം ഇല്ലാതായി. സമുദ്രത്തിലുണ്ടായിരുന്ന ജീവജാലങ്ങളിൽ 1/3 ചത്തുപോയി. ലോകത്തുണ്ടായിരുന്ന കപ്പലുകളിൽ 1/3 നശിച്ചു. ഈ അന്ത്യ ന്യായവിധി കരയിൽ മാത്രം ഒതുങ്ങിയില്ല, അതിനപ്പുറത്തേക്ക് പോകുന്നു. ഇത് സമുദ്രത്തെയും അതിലൂടെയുള്ള വ്യാപാരത്തെയും മത്സ്യബന്ധനത്തെയും സാമ്പത്തിക സുരക്ഷയെയും ഇല്ലാതാക്കി. ഇത് പാരിസ്ഥിതികമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മാത്രമല്ല, അത് ആഗോളവും രാഷ്ട്രീയവും വാണിജ്യപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. യേശു ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ചിഹ്നങ്ങളുണ്ടാകും. കടലിന്റെയും ഭീകര തിരമാലകളുടെയും ഗർജനത്താൽ ഭൂമിയിലെ ജലസഞ്ചയങ്ങൾ നടുങ്ങി പരിഭ്രമിക്കും. സത്യത്തിൽ ഈ കത്തുന്ന സാധനം എന്താണ്? ഇത് വല്ല ഉൽക്കാശിലയാണോ? അതോ എന്തെങ്കിലും രീതിയിലുള്ള ആയുധമാണോ? അല്ലെങ്കിൽ പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്ന വല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ, ദൈവശാസ്ത്രജ്ഞർ ഇതിനെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കണക്കാക്കുന്നത്. ഏതെങ്കിലും ഒരു ഉൽക്ക വന്ന് കടലിൽ വീഴും. അത് കാരണം വലിയ സുനാമികൾ ഉണ്ടാകും. കടലിന്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതാകും. അത് കാരണം തുറമുഖങ്ങൾ നശിക്കും. സമുദ്രത്തിലൂടെയുള്ള വ്യാപാര പാതകളെല്ലാം ഇല്ലാതാകും എന്ന്. എന്നാൽ ഇത് ആഗോളതലത്തിൽ സംഭവിക്കാനിരിക്കുന്ന യുദ്ധമായിരിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. സ്ഫോടനങ്ങൾ, തീപിടുത്തം, അത് കാരണം കടലിന്റെ ഒരു ഭാഗം തന്നെ നശിക്കും എന്ന് പറയുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ദൈവം ഈ ന്യായവിധി പോലും പരിമിതപ്പെടുത്തുന്നു എന്നതാണ്. 1/3 ഭാഗം മാത്രമേ നശിക്കുന്നുള്ളൂ. മൂന്നാമത്തെ കാഹളം: നല്ല വെള്ളം കയ്പായി മാറി.
ഭൂമിയുടെ ഒരു ഭാഗം നശിച്ചു, കടൽ രക്തമായിട്ട് മാറി. എന്നിട്ടും ന്യായവിധി അവസാനിക്കുന്നില്ല. മൂന്നാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ തീപ്പന്തം പോലെ കത്തിജ്വലിക്കുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്ത് നിന്ന് നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവകളുടെ മേലും പതിച്ചു. ആ നക്ഷത്രത്തിന് കയ്പ് എന്ന് പേര് വിളിക്കപ്പെടുന്നു. ജലാശയങ്ങളിൽ മൂന്നിലൊന്ന് കയ്പുള്ളതായി തീരുകയും തന്നിമിത്തം നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തു. ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം വീണു. പക്ഷേ അത് വെറുമൊരു നക്ഷത്രമല്ല, അതിൻ്റെ പേര് തന്നെ കയ്പ് എന്നാണ്. ഈ നക്ഷത്രം വീഴുന്നത് കരയിലോ കടലിലോ അല്ല, ഇത് ശുദ്ധജലത്തെയാണ് ബാധിക്കുന്നത്. നദികൾ, നീരുറവകൾ എല്ലാം കയ്പാകും. ഈ നദികളെന്ന് പറയുന്നത് ഗ്രാമങ്ങൾ, നഗരങ്ങൾ, വലിയ രാഷ്ട്രങ്ങൾ, അങ്ങനെ എല്ലാ സ്ഥലത്തെയും ആളുകളെ പോഷിപ്പിച്ച് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന നിശബ്ദ സ്രോതസ്സുകളാണ്. ഈ ന്യായവിധി പ്രത്യേകിച്ച് മനുഷ്യരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഭൂമിയുടെ ഒരു ഭാഗം നശിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ സേഫ് ആണല്ലോ എന്ന് വിചാരിക്കും. കടലിൻ്റെ ഒരു ഭാഗം നശിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ കാര്യമായി തോന്നില്ല. പക്ഷേ ശുദ്ധജലം എന്ന് പറയുന്നത് നാം നിത്യം കുടിക്കുന്നതും എല്ലാ ദിവസവും ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അത് കൃഷിനിലത്തെയും മൃഗങ്ങളെയും നമ്മെയും പോഷിപ്പിക്കുന്നുണ്ട്. ഈ നക്ഷത്രം വീണു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഹരം ഭയങ്കര നാശനഷ്ടമാണ്. വെള്ളം കയ്പാകും, വിഷമുള്ളതായിട്ട് മാറും. അത് ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും. ന്യായവിധി ഇതുവരെ മനുഷ്യരെ ബാധിച്ചില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നേരിട്ട് ബാധിക്കാൻ തുടങ്ങി. ഇത് ഇനി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ളത് മാത്രമല്ല, ഇപ്പോൾ ജീവൻ തന്നെ ഭീഷണിയിലാണ്. സത്യത്തിൽ ഈ നക്ഷത്രം എന്താണ്? ഒരു ഉൽക്ക ശുദ്ധജല നീരുറവയിൽ വീണു എന്നാണോ? അതോ ജൈവ ആയുധമാണോ? അല്ലെങ്കിൽ ഇത് വല്ല ആത്മീയ അടയാളമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ചിലരിത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. രാസവസ്തുക്കൾ, വികിരണം, അതായത് റേഡിയേഷൻ കാരണം നദികൾ മലിനമായി എന്ന് പറയുന്നു. മറ്റു ചിലർ ഇതിനെ പ്രതീകാത്മകമായിട്ടാണ് കാണുന്നത്. വീണുപോയ ഒരു ദൂതനോ, അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ ഒരു വ്യവസ്ഥയോ, അല്ലെങ്കിൽ സത്യത്തിന്റെ ഉറവിടങ്ങളെപ്പോലും മലിനമാക്കുന്ന ഒരു വിഷലിപ്തമായ പ്രത്യയശാസ്ത്രത്തെയോ ആണ് കാണിക്കുന്നത് എന്ന് പറയുന്നു. മറ്റു ചിലർ ഇതിനെ മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് പറയുന്നു. വിഷമാലിന്യങ്ങൾ, അശ്രദ്ധ, കോർപ്പറേറ്റ് അത്യാഗ്രഹം എന്നിവ കാരണമാകാനാണ് സാധ്യത എന്ന് ആരോപിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്തുന്ന വെള്ളം നശിച്ചു, ദൈവത്തിന്റെ ന്യായവിധി വന്നു എന്ന്. നാലാമത്തെ കാഹളം. ആകാശം ഇരുണ്ടുപോയി. ഭൂമിയുടെ ഒരു ഭാഗം നശിച്ചു, കടൽ രക്തമായി മാറി, ശുദ്ധജലം വിഷമായി മാറി. പക്ഷേ ന്യായവിധി അവസാനിച്ചില്ല. നാലാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും മൂന്നിലൊന്ന് ഭാഗത്തിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ആഘാതമേറ്റു. അവയുടെ മൂന്നിലൊന്ന് ഭാഗം ഇരുണ്ടുപോയി. അങ്ങനെ പകലിന്റെയും രാത്രിയുടെയും മൂന്നിലൊന്ന് ഭാഗം പ്രകാശരഹിതമായി തീർന്നു. ഈ ന്യായവിധി നിലത്തെക്കുറിച്ചോ കടലിനെക്കുറിച്ചോ ഉള്ളതല്ല, ഇത് ആകാശത്തെക്കുറിച്ചുള്ളതാണ്. ആകാശം മുഴുവൻ ഇരുണ്ടുപോയി. പകലിനെ ഭരിക്കുന്ന വലിയ വെളിച്ചമായ സൂര്യന് ഒരു ഭാഗം തന്നെയില്ല. രാത്രിയെ നയിക്കുന്ന ചന്ദ്രൻ മൊത്തത്തിൽ ഇരുട്ടായി. ആകാശത്തെ ഭംഗിയാക്കുന്ന നക്ഷത്രങ്ങളുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി. ദൈവം സൃഷ്ടിയുടെ ഏറ്റവും ഉയർന്ന മണ്ഡലമായ ആകാശഗോളങ്ങളെ തന്നെ ഇപ്പോൾ സ്പർശിച്ചു. കാലങ്ങളെയും വർഷങ്ങളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. സൂര്യന്റെ തിളക്കത്തിന്റെ മൂന്നിലൊന്ന് ഇല്ലാതായി. ഇനി അതിന് ഭയങ്കരമായിട്ട് പ്രകാശിക്കാൻ പറ്റില്ല. അതിന്റെ ചൂട് മുമ്പിലത്തെ പോലെ ആ ശക്തിയോടെ ഭൂമിയിൽ വീഴില്ല. ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഇനി വലിയ പ്രകാശത്തിൽ പ്രകാശിക്കാൻ പറ്റില്ല. ഇതിനുശേഷം രാത്രിയുടെ ദൈർഘ്യം കൂടും. പകൽ സമയത്ത് പോലും ഭയങ്കര തണുപ്പുണ്ടാകും. ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും ഇരുട്ടായിരിക്കും. മനുഷ്യവർഗത്തിന്റെ അതിൻ്റെ സ്വാഭാവിക കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. കാലാവസ്ഥ താറുമാറാകും. കൃഷി ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ ബാലൻസ് തെറ്റും. ലോകം മുഴുവൻ ആശയക്കുഴപ്പത്തിലാകും. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവം ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് കാലങ്ങളെയും സമയങ്ങളെയും നിയന്ത്രിക്കാനാണ്. ഇപ്പോൾ ആ അടയാളങ്ങളെല്ലാം ഇല്ലാതായി. ഇങ്ങനെ ഒരു ന്യായവിധി ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഈജിപ്തിൽ ഭയങ്കര അന്ധകാരം 3 ദിവസത്തേക്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ക്രൂശീകരണ സമയത്ത് വലിയൊരു ഇരുട്ട് ആ സ്ഥലത്തെ മുഴുവൻ മൂടി. ബൈബിളിൽ ഇരുട്ട് ന്യായവിധിയെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഭൂമി ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ടതിന് ശേഷം വേറെയും ഒരു കാര്യം സംഭവിച്ചു. യോഹന്നാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കഴുകനെ അവൻ കണ്ടു. ആ കഴുകൻ ഇങ്ങനെ സംസാരിച്ചു: ഇനിയുള്ള 3 ദൂതന്മാർ കാഹളം ഊതുമ്പോൾ ഭൂവാസികൾക്കുണ്ടാകുന്ന അനുഭവം ഭയങ്കരം, ഭയങ്കരം, ഭയങ്കരം എന്ന്. 3 പ്രാവശ്യം ഭയങ്കരം, ഭയങ്കരം എന്ന് പറയുന്നത് ഒരു വാക്ക് തന്നെ ആവർത്തിച്ച് പറയുന്നു എന്നല്ല, മറിച്ച് ഇനി ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയുടെ വർദ്ധിക്കുന്ന തീവ്രതയാണ് കാണിക്കുന്നത്. ആദ്യത്തെ 4 കാഹളങ്ങൾ സൃഷ്ടിയെയാണ് ബാധിച്ചത്. എന്നാൽ അടുത്തതായിട്ട് വരുന്ന ന്യായവിധികൾ മനുഷ്യരാശിയെ തന്നെ നേരിട്ട് ബാധിക്കും. കഴുകൻ ദൈവത്തിന്റെ ദൂതനെ പോലെ അതിന്റെ ശബ്ദം ന്യായവിധിയെ പ്രഖ്യാപിച്ചു. 5-ാമത്തെ കാഹളം. വലിയൊരു കുഴി രൂപപ്പെട്ടു. ഭൂമിയുടെ ഒരു ഭാഗം നശിച്ചു.
സമുദ്രം മലിനമായി, ഭൂമിയുടെ താളം തന്നെ തെറ്റി. എന്താണ് സംഭവിച്ചതെന്ന് മനുഷ്യർ മനസ്സിലാക്കി വരുന്നതിന് മുമ്പേ തന്നെ അഞ്ചാമത്തെ ദൂതൻ വന്നു. അവൻ കാഹളം ഊതിയപ്പോൾ ഒരിക്കലും തുറക്കാൻ പാടില്ലാത്ത ഒരു വാതിൽ തുറന്നു. അഞ്ചാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അതിന് അഗാധഗർത്തത്തിന്റെ തുരങ്കത്തിന്റെ താക്കോൽ ലഭിച്ചു. ആ നക്ഷത്രം അഗാധഗർത്തത്തിന്റെ തുരങ്കം തുറന്നപ്പോൾ വലിയ തീച്ചൂളയിലെ പുക പോലെ അതിൽ നിന്ന് പുക പൊങ്ങി. ആ പുകയിൽ സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. ഒരു നക്ഷത്രം ഭൂമിയിൽ വീണു, പക്ഷേ അതൊരു ഉൽക്കയല്ല. ബൈബിൾ ഭാഷയിൽ പറഞ്ഞ നക്ഷത്രങ്ങൾ ആത്മീയ ജീവികളെയും പ്രതീകപ്പെടുത്തുന്നുണ്ട്. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഭയങ്കര കട്ടിയുള്ള പുക ഉയർന്നു വന്നു. പുക പുറത്തു വന്ന് വായുവിൽ നിറഞ്ഞ് ആകാശത്തെ മുഴുവൻ മൂടി. ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? പുകയിൽ നിന്ന് വെട്ടിക്കിളികൾ പുറത്തു വന്നു. അതിന് ഭൂമിയിലെ തേളുകൾക്കുള്ള ശക്തി ഉണ്ടായിരുന്നു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കൊഴികെ മറ്റാർക്കുമോ ഭൂമിയിലെ പുല്ലിനോ സസ്യത്തിനോ വൃക്ഷത്തിനോ കേട് വരുത്തരുത് എന്ന് അവയ്ക്ക് കൽപ്പന ഉണ്ടായിരുന്നു. വെട്ടിക്കിളികൾ ആത്മാക്കളെയാണ് നശിപ്പിക്കുന്നത്. ദൈവത്തിന്റെ മുദ്രയില്ലാത്ത എല്ലാവരെയും അത് നശിപ്പിക്കും. എന്നാലും ദൈവം അതിന് കുറച്ച് പരിമിതി കൊടുത്തിട്ടുണ്ട്. അവരെ 5 മാസത്തേക്ക് ഉപദ്രവിക്കാനല്ലാതെ കൊല്ലാനുള്ള അധികാരം അതിന് കൊടുത്തിരുന്നില്ല. അവയിൽ നിന്ന് മനുഷ്യർക്കുണ്ടാകുന്ന വേദന തേൾ ഇറുക്കുന്നത് പോലെയായിരുന്നു. ആ ദിവസങ്ങളിൽ മനുഷ്യർ മരണം അന്വേഷിക്കും, എന്നാൽ കണ്ടെത്താനാകില്ല. അവർ മരിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഈ സമയത്ത് മനുഷ്യരുടെ ഹൃദയം മൊത്തം നിരാശ കൊണ്ട് നിറയും. അവരുടെ മനസ്സ് തകർന്നു പോകും. മുഴുവൻ ഭൂമിയും ഒരു യുദ്ധക്കളമായി മാറും. ഈ ന്യായവിധിക്ക് കാരണമായ വെട്ടിക്കിളികളുടെ രൂപം എന്തായിരുന്നുവെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. ആ വെട്ടുകിളികളുടെ രൂപം യുദ്ധത്തിന് അണിയിച്ചൊരുക്കിയ കുതിരകളുടേതിന് തുല്യം. അവയുടെ തലകളിൽ സ്വർണ്ണ കിരീടം പോലെ എന്തോ ഒന്ന് അണിഞ്ഞിരുന്നു. അവയുടെ മുഖം മനുഷ്യരുടെ മുഖങ്ങൾ പോലെയായിരുന്നു. അവയ്ക്ക് സ്ത്രീകളുടെ മുടി പോലെ മുടിയും സിംഹങ്ങളുടേതുപോലെ പല്ലും ഉണ്ടായിരുന്നു. ഇരുമ്പ് കവചങ്ങൾക്ക് തുല്യമായ കവചങ്ങൾ അവയ്ക്കുണ്ടായിരുന്നു. അവയുടെ ചിറകുകളുടെ ഇരമ്പൽ യുദ്ധത്തിനായി പായുന്ന അനേകം കുതിരകളുടെയും രഥങ്ങളുടെയും മുഴക്കത്തിന് തുല്യമായിരുന്നു. ആറാമത്തെ കാഹളം. യുദ്ധം, നാശം. ഭൂമിയിൽ വലിയ കുഴി രൂപപ്പെട്ടു. അതിൻ്റെ അകത്തു നിന്ന് പുറത്തു വന്ന വെട്ടിക്കിളികൾ കാരണം മനുഷ്യർ വേദനിച്ചു. എന്നിട്ടും പലരും ദൈവത്തെ അന്വേഷിച്ചില്ല. ആറാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള തങ്കയാഗപീഠത്തിന്റെ 4 കൊമ്പുകളിൽ നിന്നും ഒരു ശബ്ദം വരുന്നത് ഞാൻ കേട്ടു. കാഹളം വഹിച്ചിരുന്ന ആറാമത്തെ ദൂതനോട് ആ ശബ്ദം യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിതരായിട്ടുള്ള 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറഞ്ഞു. യാഗപീഠത്തിൽ നിന്ന് ഒരിക്കലും മോചിക്കപ്പെടാൻ പാടില്ലാത്ത 4 ജീവികളെ മോചിപ്പിക്കാനായിട്ട് ഒരു ശബ്ദം പറഞ്ഞു. യൂഫ്രട്ടീസ് നദിയിൽ ചങ്ങലയിലിടപ്പെട്ട വീണുപോയ ദൂതന്മാരാണവർ. എന്നാൽ ഇപ്പോൾ ന്യായവിധി ആയതുകൊണ്ട് തന്നെ അവരുടെ അടിമത്തം അവസാനിച്ചു. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ആ ദൂതന്മാരെ യൂഫ്രട്ടീസിൽ ബന്ധിച്ചിരിക്കുന്നു. ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത ആ ദേശത്തിന്റെ കിഴക്കൻ അതിർത്തിയാണ് ഈ യൂഫ്രട്ടീസ് നദി. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ അടിച്ചമർത്തുന്ന ശക്തമായ സാമ്രാജ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷം നിറഞ്ഞ ഒരു ഭാഗമാണത്. അസിറിയൻ സാമ്രാജ്യത്തിന്റെയും ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയും അതിർത്തിയായിരുന്നു അത്. സക്കറിയ പ്രവാചകന്റെ അഭിപ്രായത്തിൽ ഇത് അവസാന യുദ്ധത്തിന്റെ അതിർത്തിയായിരിക്കും. ആ ചങ്ങലയിലിടപ്പെട്ട ദൂതന്മാരെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഈ ഒരു നിമിഷത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഈ 4 ദൂതന്മാർ മോചനം കിട്ടിയ ഉടൻ തന്നെ മനുഷ്യരാശിയുടെ 1/3 ഭാഗത്തെ കൊന്നുകളയും. ഇതൊന്നും യാദർശികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ ന്യായവിധി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ഷെഡ്യൂൾ അനുസരിച്ചാണ് സംഭവിക്കുന്നത്. 5ാമത്തെ കാഹളം മനുഷ്യർക്ക് പീഡനം കൊണ്ടുവന്നു. എന്നാൽ 6ാമത്തേത് കൂട്ടക്കൊലയാണ്. സ്വരൂഢരായ സൈനികരുടെ എണ്ണം 20 കോടിയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 20 കോടി കുതിരപ്പടയാളികളുടെ ഒരു സൈന്യമാണത്. യോഹന്നാന്റെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ഭയങ്കര വലിയ സംഖ്യയാണത്. ഇതൊരു മനുഷ്യ സൈന്യമാണോ, അല്ലെങ്കിൽ ഒരു പൈശാചിക ശക്തിയാണോ, അല്ലെങ്കിൽ രണ്ടും കൂടി കൂടിച്ചേർന്ന ഒരു മിശ്രിതമാണോ എന്ന് ചോദിച്ചാൽ ബൈബിൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല. പക്ഷേ അവരുടെ രൂപത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. തുടർന്ന് കുതിരകളുടെയും അതിന്മേൽ ഇരിക്കുന്നവരെയും ഞാൻ ദർശനത്തിൽ കണ്ടു. കുതിരപ്പുറത്തിരിക്കുന്നവരുടെ കവചങ്ങൾ തീയുടെ നിറവും കടും നീലയും ഗന്ധകവർണ്ണവുമായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടേത് പോലെയായിരുന്നു. അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും വമിച്ചുകൊണ്ടിരുന്നു. തീയും പുകയും ഗന്ധകവും, ഈ 3 കാര്യങ്ങളും ഒരു സമയത്ത് സോദോം ഗൊമോറയിലുണ്ടായി. ഈ 3 ബാധകൾ കാരണം മനുഷ്യരാശിയുടെ 1/3 കൊല്ലപ്പെടും. ഈ ന്യായവിധി ആഗോളതലത്തിൽ സംഭവിക്കുന്നതാണ്. മനുഷ്യരാശിയുടെ 1/3, അതായത് കോടിക്കണക്കിന് ജീവൻ നഷ്ടപ്പെടും. ഈ സൈന്യം എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ പല ബൈബിൾ പണ്ഡിതന്മാരും ഇതിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു യുദ്ധം, ഒരുപക്ഷെ ഒരു ആണവ ആയുധം. യൂഫ്രട്ടീസിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു 3ാം ലോക മഹായുദ്ധമാണിത്. ഇന്ന് ഇറാഖ്, സിറിയ അല്ലെങ്കിൽ ഇറാൻ ഉള്ള സ്ഥലം. മറ്റുള്ളവർ ഇതിനെ ആത്മീയ തലത്തിൽ സംഭവിക്കുന്ന വിമോചനമായി കാണുന്നുണ്ട്.
ദൈവം അനുവദിച്ച ഒരു പൈശാചിക ആക്രമണം, രാഷ്ട്രീയ സംവിധാനങ്ങൾ, അക്രമാസക്തമായ പ്രത്യയശാസ്ത്രങ്ങൾ, മതപരമായ പീഡനങ്ങളാണ് എന്നാണ് പറയുന്നത്. രണ്ടായാലും ഫലം ഒന്ന് തന്നെയാണ്. ഒരുപാട് മരണം ഉണ്ടാകും, ലോകം തകർന്നു വീഴും. എന്നാൽ ഇതിനകത്ത് പോലും ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? മനുഷ്യരുടെ പ്രതികരണങ്ങളാണ്. ഈ ബാധകളാൽ കൊല്ലപ്പെടാതെ അവശേഷിച്ച മനുഷ്യർ എന്നിട്ടും തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞില്ല. തങ്ങൾ ചെയ്ത കൊലപാതകം, മന്ത്രവാദം, അസാൻമാർഗികത, മോഷണം എന്നിവയെപ്പറ്റി അവർ അനുദപിച്ചതുമില്ല. ഏഴാമത്തെ കാഹളം, ക്രിസ്തുവിൻ്റെ രാജ്യം. 6 കാഹളങ്ങൾ ഊതിക്കഴിഞ്ഞു. ഭൂമിയുടെ ഒരു ഭാഗം നശിച്ചു, സമുദ്രം മലിനമായി, ആകാശം ഇരുണ്ടുപോയി, വലിയൊരു കുഴി രൂപപ്പെട്ടു. എന്നിട്ടും മനുഷ്യർ ദൈവത്തിങ്കലേക്ക് തിരിയുന്നില്ല. എന്നാൽ ഇതെല്ലാം സംഭവിക്കുന്നതിന് ഇടയ്ക്ക് ദൈവം സംസാരിച്ചു, ദൈവാലയം അളന്നു, സാക്ഷികളെ എഴുന്നേൽപ്പിച്ചു. ഇനി അവസാനം വന്നിരിക്കുന്നു. ഏഴാമത്തെ ദൂതൻ മുന്നോട്ട് വന്നു. അവൻ കാഹളമൂതി. ഈ പ്രാവശ്യം ന്യായവിധിയല്ല, പകരം ഒരു പ്രഖ്യാപനമാണ്. ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ലോകഭരണം നമ്മുടെ കർത്താവിനും അവിടുത്തെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും എന്ന അത്യുച്ച നാദങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രഘോഷണം ഉണ്ടായി. ഉൽപ്പത്തി മുതൽ ഇന്നു വരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്നു വരെ മനുഷ്യർ ദൈവത്തിൻ്റെ കൂടെ മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ദൈവം തനിക്കുള്ളവരെ തിരഞ്ഞെടുത്ത് വീണ്ടെടുക്കുന്നു. ഈ കാഹളം ഒരു മുന്നറിയിപ്പല്ല, ഇതൊരു പ്രഖ്യാപനമാണ്, ഒരു ശാശ്വത പ്രഖ്യാപനം. മനുഷ്യർ നിർമ്മിച്ച രാജ്യങ്ങളും അഹങ്കാരികളായ സാമ്രാജ്യങ്ങളും മത്സരികളായ ശക്തികളും ഭരിച്ച ഈ ലോകം ഇനി മുതൽ കുഞ്ഞാടിൻ്റെതാണ്. അങ്ങനെ പ്രവാചകന്മാർ പ്രവചിച്ചത് നിവൃത്തിയായി. ആ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നശിക്കാത്തൊരു രാജ്യം സ്ഥാപിക്കും. ആ രാജ്യം മറ്റൊരു ജനതയ്ക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ സകല രാജ്യങ്ങളെയും തകർത്ത് നശിപ്പിക്കും. എന്നാൽ ആ രാജ്യം എന്നേക്കും നിലനിൽക്കും. അതിനുശേഷം ദാനിയേൽ 7:27 വാക്യം ഇങ്ങനെ പറയുന്നു: പിന്നീട് രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെ എല്ലായിടത്തുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും പരമോന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് നൽകപ്പെടും. അവിടുത്തെ രാജ്യം ഒരു നിത്യരാജ്യമായിരിക്കും. ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ക്രിസ്തു ഭരിക്കുമെന്നല്ല, ഭരണം ഈ നിമിഷം തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒരിക്കൽ ദുഷിച്ചിരുന്ന ലോകം ഇപ്പോൾ ദൈവത്തിൻ്റെയാണ്. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ സ്വർഗം ചലിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുന്നിലിരിക്കുന്ന 24 മൂപ്പന്മാർ കവിണ് വീണ് ദൈവത്തെ ആരാധിച്ചു. എല്ലാ തലമുറകളിലുമുള്ള വീണ്ടെടുക്കപ്പെട്ടവരെ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാർ കവിണ് വീണ് ദൈവത്തെ ആരാധിച്ചു. യേശു മടങ്ങി വരുമ്പോൾ 2 രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. ദൈവത്തെ സേവിക്കുന്നവർക്കുള്ള പ്രതിഫലം ഉണ്ടാകും, പിന്നെ ന്യായവിധിയും. ഈ ഏഴാമത്തെ കാഹളം സകലത്തിൻ്റെയും അവസാനമല്ല, ഇത് നിത്യതയുടെ ആരംഭമാണ്. ഇനി കാത്തിരിക്കേണ്ടി വരില്ല, അനീതി ഉണ്ടാകില്ല, വേദന ഉണ്ടാകില്ല. കാരണം കുഞ്ഞാട് ആധിപത്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ഭരണം ഒരിക്കലും അവസാനിക്കില്ല.